ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് മീനില്ലാത്ത ഒരു മീൻ കറി തയ്യാറാക്കിയാലോ. കോവയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈസ്റ്ററിന് മുമ്പുള്ള നോമ്പുകാലമൊക്കെ തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ നോമ്പുകാലത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 15 കോവയ്ക്ക കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കൂടാതെ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ: 1 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി. ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുടെയൊക്കെ അളവും ഞാൻ കൃത്യമായിട്ട് ഓരോന്നും ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. മീനില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് കറി തയ്യാറാക്കാം. കോവയ്ക്കയ്ക്ക് പകരം പടവലങ്ങയോ വഴുതനങ്ങയോ ഒക്കെ ഈ കറി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കോവയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 നുള്ള് ഉലുവയാണ് ഇപ്പോൾ ചേർത്തത്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയാണ്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. രണ്ട് പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സവാളയും കൂടി ചേർക്കാം. ഒരു ചെറിയ സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തത്. വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാകും. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. മീൻ കറിയുടെ രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്തത്. ആദ്യം കടുക് പൊട്ടിച്ച സമയത്ത് 1 നുള്ള് ഉലുവ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന കോവയ്ക്ക ചേർക്കാം. ഇത് നല്ലതുപോലെ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കോവയ്ക്കയും മസാലയും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കുടംപുളി 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ ചേർത്തത്.
ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ കറി തിളപ്പിക്കരുത്. ഇപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി, തിളപ്പിക്കാൻ പാടില്ല. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക കറി ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് 5 മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മീനില്ലാത്ത കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോമ്പുകാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറി കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്